ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട കൊണ്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഒരു 5 മുട്ട, ഒരു 2 ചെറിയ ഉള്ളി അരിഞ്ഞത്, പച്ചമുളക് ഒരു 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് അതിന് മുമ്പ് വേണ്ടത് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അതിന് ശേഷം മുട്ടയുടെ വെള്ളക്കരുവും വെള്ളയും പിന്നെ മഞ്ഞക്കരുവും കൂടെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത് ഒത്തിരി ചെറുതായിട്ട് വേണം അരിയാൻ. തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കുക, ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ടൊന്ന് വറുത്തെടുക്കുക. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മുട്ട ഇതുപോലെ പൊട്ടിക്കുക. മഞ്ഞക്കരു പൊട്ടാതെ നോക്കണം. അതിന് ശേഷം നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നില്ല, അതിൻ്റെ മഞ്ഞക്കരുവും വെള്ള ഇതും കൂടെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി ഇതൊരു കുപ്പി എടുക്കുക. മുകൾ വശം ചളിക്കിയതിന് ശേഷം എയർ വെച്ചിങ്ങനെ വലിച്ചെടുത്ത് വേറെ പാത്രത്തിലോട്ടിങ്ങനെ മാറ്റിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഉപ്പ് വാരിയിടുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. വെള്ളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഇത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യണം. നല്ലോണം അതിനുശേഷം അതിൻ്റെ വെള്ളം ഇതുപോലെ ഉപ്പിട്ട് മിക്സ് ചെയ്യുക. ഉപ്പിട്ടായിരുന്നു മിക്സ് ചെയ്യുക. ഇനി അത് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലോണം പതയുന്ന രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് അപ്പച്ചട്ടിക്കകത്ത് വെച്ച് നമ്മുടെ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ അപ്പച്ചട്ടി ചൂടായ ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മഞ്ഞ അങ്ങോട്ട് ഒഴിക്കാം. അത് കുറച്ച് നേരം വേകാനായിട്ട് അടച്ചു വെച്ചേക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കി പച്ചമുളകും തേങ്ങ വറുത്തതും, ഈ തേങ്ങ വറുത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ, തേങ്ങ വറുത്തതും ഉള്ളിയും കൂടെ ചേർത്ത് അത് ഒരുവിധം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക് അതിടാം. പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് വാടിക്കിട്ടും, പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് വാടിക്കിട്ടും. ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങാക്കൊത്ത്, അതിനുശേഷം ഉള്ളി അരിഞ്ഞിടാം. അത് ഏകദേശം ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന വെള്ളം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം പതച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നടുക്കോട്ട്. അപ്പോൾ അത് കാണുന്നത് വെള്ളയുടെ തന്നെ പതയാണ്, അല്ലാതെ വേറെ ക്രീമൊന്നും ചേർത്തിട്ടില്ല, ആ വെള്ള തന്നെയാണ്. പിന്നെ അത് അടിവശം കരിയാതിരിക്കാനായിട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പച്ചട്ടി ആയതുകൊണ്ട് ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കണ്ട. അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും പിന്നെ അത് അടിയിൽ പറ്റാതിരിക്കാനും വേണമെങ്കിൽ, അങ്ങനെ പറ്റത്തില്ല, വേണമെങ്കിൽ ഒരു ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് അടച്ച് വെക്കുക. ചൂടത്ത് നല്ലോണം വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ വെച്ച മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇളക്കിയെടുക്കാം.
അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് ഉണ്ടാക്കുന്നൊരു സംഭവമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുരുമുളക് ഉപയോഗിക്കുന്നവർക്ക് കുരുമുളക് ഉപയോഗിച്ച് കഴിക്കാൻ പറ്റും. വൈകിട്ടത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇത് നടുക്കൊന്ന് മുറിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ട് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഞങ്ങളിന്ന് ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ ചെറിയ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റും ചെയ്യണം. ഇതിപ്പോൾ മുറിച്ച് വെച്ചിരിക്കുകയാണ്. മുറിച്ച് കഴിഞ്ഞാൽ നല്ല പിസയൊക്കെ എടുത്ത് വെച്ചേക്കുന്നതാണ്. അകത്ത് തേങ്ങാക്കൊത്തൊക്കെ ഉള്ളതുകൊണ്ട് അത് കടിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.